ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കുവാൻ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തകർച്ചകളും വിട്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കർദിനാൾമാരുമായി നടത്തിയ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തൻ്റെ സ്വപ്നം ഫ്രാൻസിസ് പാപ്പ പങ്കുവയ്ക്കുകയുണ്ടായി. സഭയെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം ഇതാണെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ഞാൻ സ്വപ്നം കാണുന്നത് എ വിറ്റ്നസിംഗ് ചർച്ച്, സാക്ഷ്യം നൽകാൻ കഴിവുള്ള, സാക്ഷ്യം നൽകാൻ കൃപയുള്ള, സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ട ഒരു സഭയെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. 2, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഞാൻ സ്വപ്നം കാണുന്നത് എ ഫോർഗിവിംഗ് ചർച്ച്, ക്ഷമിക്കുന്ന സഭ, ക്ഷമ ചോദിക്കുവാനും തോറ്റുകൊടുക്കുവാനും മടിയില്ലാത്ത സഭയാണ് ഞാൻ സ്വപ്നം കാണുന്നത്, എ ഫോർഗിവിംഗ് ചർച്ച്. 3, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഞാൻ സ്വപ്നം കാണുന്നത് എ വൈബ്രന്റ് ചർച്ചാണ്, തീഷ്ണതയുള്ള, ജ്വലിക്കുന്ന, പരിശുദ്ധാത്മാവുള്ള ഒരു സഭയെ ഞാൻ സ്വപ്നം കാണുന്നു. 4, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ആൻ ഔട്ട് ഗോയിങ് ചർച്ച്, മറ്റുള്ളവരിലേക്ക് ഇറങ്ങുന്ന, ലോകത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സഭയെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പാവപ്പെട്ടവരുടെ പക്ഷം നിൽക്കുന്ന, വേദനിക്കുന്നവരുടെ പക്ഷം നിൽക്കുന്ന ആൻ ഔട്ട് ഗോയിങ് ചർച്ചിനെ ഞാൻ സ്വപ്നം കാണുകയാണ്. 5, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഞാൻ സ്വപ്നം കാണുന്ന സഭ എ ചർച്ച് ഫോർ ദ പുവർ ഓഫ് ദ പുവർ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പാവപ്പെട്ടവരുടെ സഭ. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആഗ്രഹം പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്. ഈ സ്വപ്നങ്ങൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1, അദ്ദേഹം ഒരു ഈശോ സഭ അംഗമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഭാസ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആപ്തവാക്യമാണ് ഒന്നാമതായിട്ട് എടുത്തത്. ഇതെല്ലാം ഈ സ്വപ്നം എന്തിനു വേണ്ടിയുള്ളതാണ്? ഫോർ എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. ഇവയെല്ലാം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. തൻ്റെ മഹത്വമല്ല, വ്യക്തികളുടെ മഹത്വമല്ല. സഭയിൽ ഞാൻ കാണുന്ന സ്വപ്നം ദൈവം മഹത്വപ്പെടണം. എല്ലാ ശുശ്രൂഷകളും, എല്ലാ ദൈവവിളികളും, എല്ലാ കാര്യങ്ങളും വേറെ ഒന്നിനും വേണ്ടിയല്ല, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന്, പുത്രനായ ദൈവത്തിൻ്റെ മഹത്വത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന്. 2, ഈ സഭയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേറെ ഒന്നിനും വേണ്ടിയുള്ളതല്ല. 2, ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ആൻഡ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച്. സഭയെ പടുത്തുയർത്താൻ വേണ്ടിയാണ്. ഈ സ്വപ്നങ്ങളെല്ലാം കത്തോലിക്ക സഭയെ അവരുടെ മഹത്വത്തിനും കത്തോലിക്ക സഭയെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ് ഫ്രാൻസിസ് പാപ്പ ഈ 5 സ്വപ്നങ്ങൾ കർദിനാൾമാരുമായിട്ട് പങ്കുവെച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിക്കുന്നത് വേറൊരു മാർഗത്തിലൂടെയുമല്ല. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാപ്പ ബ്രസീൽ യുവജന സമ്മേളനത്തിന് വേണ്ടി പോയ ആ സമയത്ത് ബ്രസീൽ ജനത ഇതാ പുതിയ പാപ്പയിൽ നിന്ന്
ഈ ആധുനിക ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവരുടെ ഇടയിലുള്ള ദാരിദ്ര്യം, യുവജനങ്ങളുടെ മൂല്യത്തകർച്ച, കുടുംബങ്ങളുടെ തകർച്ച, സാമ്പത്തിക മേഖലയിലെ തകർച്ചകൾ. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് ഇതാ ഫ്രാൻസിസ് പാപ്പ ഈ യുവജന സമ്മേളനത്തിന് വരുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക്, യുവജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമായിരിക്കും ഫ്രാൻസിസ് പാപ്പയുടെ കൈവശമുണ്ടാകുക? ഫ്രാൻസിസ് പാപ്പ എഴുന്നേറ്റ് നിന്നു. ബ്രസീലിൽ തടിച്ചുകൂടിയ 15 ലക്ഷത്തിലധികം വരുന്ന യുവജനങ്ങൾ നിശബ്ദതയോടെ കാതോർത്തപ്പോൾ ഫ്രാൻസിസ് പാപ്പ അവർക്ക് നൽകിയ സമ്മാനം ഇതാണ്: അല്ലയോ പ്രിയപ്പെട്ട ബ്രസീലിലെ ജനങ്ങളെ, എൻ്റെ കൈവശം നിങ്ങൾക്ക് തരുവാൻ പൊന്നോ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല. എന്നാൽ എൻ്റെ കൈവശമുള്ളത്, ഏറ്റവും വിലയേറിയത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമായിട്ട്, നമ്മുടെ സകലവിധ തിന്മകൾക്കും പരിഹാരമായിട്ട് ഇതാ ഒരേ ഒരു ഉത്തരമാണ് എനിക്ക് നൽകാനുള്ളത്, ഒരേ ഒരു പരിഹാരമാണ് എനിക്ക് നൽകാനുള്ളത്. അത് വേറെ ഒന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് പാപ്പ ഈ ഒരു ഫോർമുല ജനത്തിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് യേശുക്രിസ്തുവിനെ ആധുനിക ലോകത്ത് കൊടുത്തത് പണ്ടത്തെ നമ്മുടെ അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്നെടുത്ത ഒരു ഫോർമുലയാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ വിശുദ്ധ പത്രോസും യോഹന്നാനും ആ ജെറുസലേം സിനഗോഗിൻ്റെ ദേവാലയത്തിൻ്റെ പടികൾ കയറുമ്പോൾ അവിടെ ജന്മനാ മുടന്തനായ ഒരു വ്യക്തി എനിക്കെന്തെങ്കിലും കിട്ടുമോ എന്നറിയുവാൻ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും നേരെ നോക്കിയപ്പോൾ പത്രോസും യോഹന്നാനും അന്ന് ഉപയോഗിച്ചത് ഫ്രാൻസിസ് പാപ്പ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ച അതേ ഫോർമുലയാണ്. ജന്മനാ മുടന്തനായ ആ വ്യക്തിയോട് പറഞ്ഞത്, ഞങ്ങളുടെ കൈവശം പൊന്നോ വെള്ളിയോ ഇല്ല, എന്നാൽ എൻ്റെ കൈവശമുള്ള ഏറ്റവും വില കൂടിയത് ഞാൻ നിനക്ക് തരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം കാണുന്നു, ജന്മനാ മുടന്തനായ വ്യക്തി, ജന്മനാ ബന്ധനത്തിൽപ്പെട്ടിരുന്ന വ്യക്തി ആ സമയത്ത് ചാടി എഴുന്നേറ്റ് മാനിനെ പോലെ തുള്ളിച്ചാടിക്കൊണ്ട് ഭവനത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ അതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിന് ഈ ഒരു ശുശ്രൂഷയ്ക്ക് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അനവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. കടബാധ്യതകൾ, മൂല്യത്തകർച്ചകൾ, കുടുംബ തകർച്ചകൾ. എന്താണ് ഇതിന് പരിഹാരം എന്ന് അന്വേഷിച്ച് ലോകം ചുറ്റുപാടും പായുമ്പോൾ ഫ്രാൻസിസ് പാപ്പ സ്വപ്നം കാണുന്ന സഭയിൽ പങ്കാളികളാകാൻ, ആ സഭയുടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ശുശ്രൂഷ? വേറെ ഒന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് നാം എന്ത് വേണം? ക്രിസ്തുവിനെ കൊടുക്കണമെങ്കിൽ ആദ്യം ക്രിസ്തുവിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് ക്രിസ്തുവിൻ്റെ അനുഭവം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളുള്ള സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. സഭയെ പടുത്തുയർത്തേണ്ടവരാണ്. അതിനാദ്യം നമുക്ക് ശക്തി ലഭിക്കണം. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും. ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അഭിഷേകം ഉണ്ടാകുക. സഭയെ പടുത്തുയർത്തുവാൻ, സഭയുടെ മഹത്വത്തിന് വേണ്ടി പ്രഘോഷിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നാം ചേർന്ന് നിൽക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ വൈദികരെ പോലെ, സിസ്റ്റേഴ്സിനെ പോലെ അൽമായരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അൽമായരുടെ ആധ്യാത്മികതയുടെ ഒരു കാലഘട്ടമാണ്
രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം നാം കാണുന്നത്. അഭിഷേകമുള്ള അൽമായരെയാണ് ദൈവജനം ലോകം ആഗ്രഹിക്കുന്നത്. അതിന് നാം എന്തു വേണം? നമുക്ക് അഭിഷേകമുണ്ടാകണം. നാം ആധുനിക ലോകത്ത് കണ്ട അഭിഷേകമുള്ള ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധയാണല്ലോ മദർ തെരേസ. മദർ തെരേസ ഒരിക്കല് വിയന്നയിൽ ചെന്നപ്പോൾ അവിടെ പത്രപ്രവർത്തകര് മദർ തെരേസയോട് ഒരു ചോദ്യം ചോദിച്ചു. മദർ, യു ആർ കമ്മിറ്റഡ് യുവർ സെൽഫ് ടു ദ ലോർഡ്. ഹാവ് യു എവർ സീൻ ദ ഫേസ് ഓഫ് ദ വൺ whom you have committed your life? അമ്മേ, അമ്മയുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കുകയാണല്ലോ. ആ അമ്മ എപ്പോഴെങ്കിലും ആ ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ചിട്ടുണ്ടോ? അമ്മ ആർക്കു വേണ്ടിയാണ് തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്? ആ വ്യക്തിയുടെ, ആ തമ്പുരാന്റെ മുഖം അമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന് അമ്മ കൊടുത്ത ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. തൻ്റെ ചുറ്റുപാടുമുള്ള ദരിദ്രരിൽ, കുഷ്ഠരോഗികളിൽ, അനാഥ കുഞ്ഞുങ്ങളിൽ, വിധവകളിൽ, വേദനിക്കപ്പെടുന്നവരിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവരിലെല്ലാം ഞാൻ കർത്താവിൻ്റെ മുഖം കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മറ്റുള്ളവരിൽ കർത്താവിൻ്റെ മുഖം കാണുവാൻ കൃപ ലഭിക്കുക, അത് ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ്. ദൈവത്തിൻ്റെ ആ ഒരു കൃപ, അനുഗ്രഹമില്ലാതെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ മേൽ കർത്താവിൻ്റെ മുഖം ദർശിക്കാൻ നമുക്ക് സാധിക്കില്ല. ലോകത്തിന് വേണ്ടി തന്നെ ജീവൻ ബലി കൊടുത്ത കർത്താവിൻ്റെ മുഖം മറ്റുള്ളവരിൽ ദർശിച്ചാൽ മാത്രമേ അവൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകാൻ സാധിക്കുകയുള്ളൂ. ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്യുന്ന ആ ദൈവവിളികൾ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി ചങ്കു കുത്തി തുറന്ന ആ തമ്പുരാന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കണം. 1 തിമോത്തി 1:4 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ, അതായത് ദൈവത്തിൻ്റെ കൃപ, അഭിഷേകത്തിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും എന്നിലേക്ക് കവിഞ്ഞൊഴുകുന്നു. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കൃപ കിട്ടണമെങ്കിൽ, ഒരു വലിയ ദൈവവിളി കിട്ടണമെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സഭയെ പടുത്തുയർത്തുവാനുമുള്ള ദൈവവിളി കിട്ടണമെങ്കിൽ ആദ്യം എനിക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം എനിക്കുണ്ടാകണം. അതാണ് തിമോത്തിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത്. അവനോടുള്ള സ്നേഹത്താലും അവനോടുള്ള വിശ്വാസത്താലും അവൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, അതാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, അതാണ് നമ്മളെ നവീകരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയിലൂടെ നാം സുവിശേഷത്തിൻ്റെ കൂട്ടുവേലക്കാരായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. വൈദികർ മാത്രമല്ല, സന്യസ്തർ മാത്രമല്ല, അൽമായരും സുവിശേഷത്തിൻ്റെ കൂട്ടുവേലക്കാരായി തിരഞ്ഞെടുക്കപ്പെടുന്നത്, കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ ഒരു കൃപയാലാണ്. ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ആനന്ദത്തിൻ്റെ സാക്ഷികൾ എന്ന അപ്പോസ്തലിക പ്രബോധനത്തില് സമർപ്പിതരെ നോക്കിക്കൊണ്ട് പറയുക, പ്രിയപ്പെട്ട സമർപ്പിതരെ, നിങ്ങൾക്ക് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ഈ ലോകം ദൈവവിളിയുള്ള സകലർക്കും വേണ്ടി കാത്തിരിക്കുകയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത്? ഫ്രാൻസിസ് പാപ്പ അക്കമിട്ട് നിരത്തുകയാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സ്ത്രീ പുരുഷന്മാര് ഈ ലോകത്തിൽ നമുക്ക് കാണാം. എല്ലാ പ്രതീക്ഷകളും ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന, ഇനി ഞങ്ങൾ എന്തിനു ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ത്രീ പുരുഷന്മാര്, ഞെരുങ്ങുന്ന കുടുംബങ്ങള്, ഇന്ന് നിരവധി കുടുംബ പ്രശ്നങ്ങള്, അവിശ്വസ്തത, വ്യഭിചാരം, വഞ്ചന, ഒരപ്പനാകാൻ കഴിവില്ലാത്ത അവസ്ഥ, അമ്മയാകാൻ കഴിവില്ലാത്ത അവസ്ഥ, നല്ല മക്കളാകാൻ കഴിവില്ലാത്ത അവസ്ഥ, ഞെരുങ്ങുന്ന കുടുംബങ്ങള് ഇതാ ദൈവവിളിയുള്ള കൃപയുള്ള മനുഷ്യർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭാവിയില്ലാത്ത യുവജനങ്ങള്, ഇന്ന് പല യുവജനങ്ങളും ഇതാ നോട്ട് ഓറിയന്റഡ് ടുവേഴ്സ് ദ ഹെവൻ. അവരുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നില്ല, നേരെ മറിച്ച് ഭൂമിയിലേക്കാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഈ ലോകത്തിലെ സുഖങ്ങളും തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, ഈ ഒരു കൾച്ചറിലേക്ക് യുവജനങ്ങൾ വീണു പോകുമ്പോൾ
ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ഇതാ ഭാവിയില്ലാത്ത യുവജനങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു. വൃദ്ധന്മാര്, വലിച്ചെറിയപ്പെടുന്ന പ്രായമായ മാതാപിതാക്കന്മാര്, പകലന്തിയോളം പണിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച മക്കളൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോൾ പ്രായമായതുകൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തെരുവീതികളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വൃദ്ധരായിട്ടുള്ളവര്, രോഗികളായിട്ടുള്ളവര്, ഉപേക്ഷിക്കപ്പെട്ടവര്, ലൗകിക വസ്തുക്കളിൽ സമ്പന്നരെങ്കിലും ആത്മാവിൽ ദരിദ്രരായ അനേകർ. നാം പണക്കാരാണ്, അവനെല്ലാ സൗകര്യമുണ്ടല്ലോ എന്ന് കരുതുമ്പോഴും ആത്മാവില്ലാതെ ഹൃദയത്തിൽ ശൂന്യതയുള്ള അനേകം പണക്കാരായിട്ടുള്ള മക്കള്. അപ്പൊ അവരുടെ ഉള്ളിലും സുവിശേഷം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ജീവിതത്തിൽ ലക്ഷ്യം തേടുന്ന സ്ത്രീ പുരുഷന്മാര്, ഒരു ലക്ഷ്യം തേടാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവര്, പല മതങ്ങളില് പല തത്വചിന്തകളിലൊക്കെ അഭയം തേടുന്നവര്, അവിടെയെങ്ങും ആശ്വാസം കിട്ടാതെ ഏറ്റവും അവസാനം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന സ്ത്രീ പുരുഷന്മാര്. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ഇവരെല്ലാവരും നമ്മെ കാത്തിരിക്കുകയാണ്. യേശു എന്ന വാക്ക് കേൾക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ആനന്ദത്തിന്റെ സാക്ഷികൾ എന്ന അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ സമർപ്പിതരോടാണത് പറയുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളോടുമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വെല്ലുവിളിയാണ് ആ വാക്കുകളിലൂടെ നാം കാണുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അടിസ്ഥാനപരമായി ദൈവത്തിന് വേണ്ടി ജ്വലിക്കപ്പെടാനുള്ള വിളിയാണ്. ദൈവത്തിന് വേണ്ടി ജ്വലിക്കപ്പെടുന്നത് പഴയ നിയമത്തിൽ നാം കാണുന്നത് പ്രവാചകന്മാരെയാണ്. ആരാണ് പ്രവാചകൻ? ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യത്തില്, അതിനു മുൻപ് വാൽദേവന്റെ പുരോഹിതന്മാരെ കൊന്നൊടുക്കി ആഹാബിന്റെ ഭാര്യ ജെസബെലിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഏലിയ പ്രവാചകന്റെ അടുത്ത് ദൈവം ചെല്ലുകയാണ്. ദൈവം ചോദിക്കുന്നു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒളിച്ചോടി ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും ഏലിയ പ്രവാചകന്റെ മറുപടി നാം കേൾക്കണം. അദ്ദേഹം പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഞാനിതാ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്. എങ്കിലും സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിനെ പ്രതി എൻ്റെ ഉള്ള് തിളച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഉള്ള് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഏലിയ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ജ്വലിക്കണം നാം, ദൈവത്തിന് വേണ്ടി തിളക്കണം നാം, ദൈവത്തിന് വേണ്ടി പൊട്ടിപ്പുറപ്പെടണം. ഈ വാക്കുകൾ വരുന്നത് അർക്കേഡിയൻ ഭാഷയിൽ നിന്നാണ്. പ്രവാചകൻ എന്ന വാക്ക് നബു എന്ന അർക്കേഡിയൻ ആ ഭാഷയാണ്, പ്രാചീന ഭാഷ. ആ ഭാഷ ഇന്ന് സംസാര വിഷയമല്ല എങ്കിലും നമ്മുടെ ബൈബിളിൻ്റെ പല വാക്കുകളും ഈ അർക്കേഡിയൻ ഭാഷയിൽ നിന്ന് വരുന്നതാണ്. പ്രത്യേകിച്ച് നബു എന്ന വാക്കിൽ നിന്നാണ് നബി അല്ലെ പ്രവാചകൻ എന്ന വാക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഇതിനർത്ഥം? തിളച്ചുകൊണ്ടിരിക്കുക, പൊട്ടിപ്പുറപ്പെടുക, ശബ്ദത്തോടെ പുറത്തേക്ക് ഒഴുകുക, സംസാരിക്കുക എന്നിങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങളാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ജഡത്തിന് പ്രാണൻ നൽകാൻ കഴിവുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രവാചക ദൗത്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചകന്റെ തന്നെ പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 10 വരെ ആ വചനം നമുക്കിപ്പോഴൊന്ന് ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ആ പ്രവാചകൻ പറയുകയാണ്, കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട്. വിളിക്കപ്പെട്ടവരുടെ മേല് കർത്താവിൻ്റെ കരമുണ്ട്. അത് നാം തിരിച്ചറിയണം, അതിനുള്ള അഭിഷേകം വേണം. പ്രവാചകൻ തുടർന്ന് പറയുകയാണ്, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. ആധുനിക ലോകത്തിൻ്റെ അവസ്ഥ അസ്ഥികൾ നിറഞ്ഞ അവസ്ഥ പോലെയാണ്, ഒരു താഴ്വര പോലെയാണ്.
അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് സഭയുടെ ദൗത്യം എന്താണെന്ന് പറഞ്ഞത്, എ വിറ്റ്നസിംഗ് ചർച്ച്, സാക്ഷ്യം നൽകാൻ കഴിയുന്ന ഒരു സഭ, ആൻ ഔട്ട് ഗോയിങ് ചർച്ച്, എ ഫോർഗിവിംഗ് ചർച്ച്, എ വൈബ്രന്റ് ചർച്ച്, തീഷ്ണതയുള്ള സഭ. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ജീവനില്ലാത്ത, മാംസമില്ലാത്ത, ചർമ്മമില്ലാത്ത അസ്ഥികൾക്ക് ജീവൻ കൊടുക്കാൻ, പ്രാണം കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഓരോ ക്രിസ്ത്യാനികളോടും പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ലോകത്ത് തകർന്നിരിക്കുന്നവർക്ക്, നേരത്തെ സൂചിപ്പിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന ജനത്തിന് പ്രാണം കൊടുക്കാൻ, ആത്മാവിനെ കൊടുക്കാൻ, ജീവൻ കൊടുക്കാൻ നമുക്കാവുമോ? എസെക്കിയേൽ അന്ന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവവിളിയാണ്, ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്ന ആ ദൈവവിളിയാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവനില്ലാത്ത അസ്ഥിക്കൂടങ്ങളോട് പ്രവചിക്കാൻ എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞ അതേ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ക്രിസ്ത്യാനികളോടും പറയുകയാണ്. ജീവനില്ലാത്ത ഈ ലോകത്തിനോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ. ദൈവത്തിൻ്റെ വചനം, നമുക്കറിയാം, വചനം മാംസം ധരിച്ചത് ക്രിസ്തുവാണ്. അതിനർത്ഥം ക്രിസ്തുവിനെ കൊടുക്കാൻ. പൊന്നോ വെള്ളിയോ എൻ്റെ കൈവശമില്ല, എന്നാൽ എൻ്റെ കൈവശമുള്ളത് ഏറ്റവും വിലയേറിയത് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ നൽകാൻ അവിടൊക്കെ പ്രഖ്യാപിച്ച ഫ്രാൻസിസ് പാപ്പയുടെ ആധ്യാത്മികത. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നൽകാൻ പോകുകയാണ്. ഈ ലോകത്തിന് പ്രാണൻ, ജീവൻ, ചർമ്മം, മാംസം, ഞരമ്പുകൾ, രക്തം, ഇതെല്ലാം ഉണ്ടാകണം. അങ്ങനെ ഓജസ് നഷ്ടപ്പെട്ട, തീഷ്ണത നഷ്ടപ്പെട്ട, പ്രകാശം നഷ്ടപ്പെട്ട, കൃപ നഷ്ടപ്പെട്ട ലോകത്തിന് ദൈവാത്മാവിനെ കൊടുക്കാൻ, ദൈവത്തെ കൊടുക്കാൻ ഈ വചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും അവസാനം ഏലിയ പ്രവാചകൻ തനിക്ക് ദൈവം നൽകിയ ആത്മാവിനെ, ജീവവായു തന്നെ ആ അസ്ഥികൾക്ക് ഊതുകയും അവ എഴുന്നേൽക്കുകയും ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഈ ലോകത്തെ, നമ്മുടെ വലിയൊരു മിനിസ്ട്രിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സഭയെ പടുത്തുയർത്തുവാൻ, ജനത്തെ പടുത്തുയർത്തുവാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തില് ലവോദിയക്കായിലെ സഭയെ ശക്തമായിട്ട് ശാസിക്കുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ശാസിക്കാൻ കാരണം? അവരുടെ മന്നോഷ്ണത, അതായത് ചൂടും തണുപ്പുമില്ലാത്ത ജീവിതം. പല ക്രിസ്ത്യാനികളായ നമ്മൾ ചൂടും തണുപ്പുമില്ലാതെ ജീവിക്കുകയാണ്. നാം തിളച്ചുമറിയേണ്ടവരാണ് ക്രിസ്തുവിന് വേണ്ടി, അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ചൂടും തണുപ്പുമില്ലാത്ത മന്നോഷ്ണത, അത് ആ സഭയെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിൽ നിന്ന് തുപ്പിക്കളയും. നമുക്ക് ദൈവവിളി കിട്ടിയിട്ടും, നമുക്ക് വിശ്വാസം കിട്ടിയിട്ടും, പ്രാർത്ഥന അനുഭവം കിട്ടിയിട്ടും തണുത്ത് മരവിച്ചവരെ പോലെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ വചനം പറയുന്നത് കേൾക്കുക, ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിൽ നിന്നും തുപ്പിക്കളയും. അതിശക്തമായ ശാസനയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി ജ്വലിക്കാൻ, ദൈവവചനത്തോട് തീഷ്ണതയുള്ളവരാകാൻ, അങ്ങനെ ലോകത്തിൻ്റെ സകലവിധ പ്രശ്നങ്ങൾക്കും ഉത്തരമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നൽകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കൈവശം വേറെ ഒരു ഉത്തരവുമില്ല, ഈശോ മാത്രമാണ്. ഈശോ 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 എന്നൊരൊറ്റ നാമത്താൽ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ ബന്ധനങ്ങളും, ഞങ്ങളുടെ വിശ്വാസക്കുറവുകൾ,
ഞങ്ങളുടെ പ്രാർത്ഥന കുറവുകൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ. ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെ പിന്നാലെ പായുന്ന യുവജനങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ അവർക്ക് വിടുതൽ ലഭിക്കട്ടെ. സകലവിധ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.